ഒന്ന് പെയിന്റിങ് ചെയ്തത് കാരണം മാനസികവും ശാരീരികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറച്ച് മാസങ്ങളാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒട്ടുമുക്കാൽ വീടുകളിലും കാണുന്ന ഒരു പ്രോബ്ലം ആണല്ലോ ഡാംനെസ് അഥവാ ഈർപ്പം കൊണ്ട് പെയിന്റ് എല്ലാം പൊളിഞ്ഞു പോകുന്നത്. അതായിരുന്നു നമ്മുടെ വീടിന്റെ പ്രശ്നം. ഇവിടെ കിച്ചണിലൊഴികെ വീടിന്റെ എല്ലാ ഭിത്തിയിലും താഴത്തെ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചു. അവരാണ് പറഞ്ഞത് ആദ്യം ഡാം പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നതിന്റെ. ഡാം ഡിനൈ എന്ന് പറഞ്ഞുകൊണ്ട് കെയറിന്റെ ഒരു സാധനം വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. കെയറിന്റെ സ്റ്റാഫ് ഒക്കെ വന്നു നമ്മളോട് സംസാരിച്ചു. ഇതിന് 5 വർഷത്തെ വാറന്റി ഉണ്ടെന്നും അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് റീപെയിന്റ് ചെയ്ത് നമുക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വാറന്റി കാർഡൊക്കെ ഉണ്ടായിരുന്നു. അവർ അളവ് നോക്കിയിട്ടാണ് സാധനങ്ങൾ എടുത്തതും നമ്മൾ ചെയ്തതും ഒക്കെ. ഈ ട്രീറ്റ്മെന്റും ചെയ്ത് പെയിന്റും എല്ലാം അടിച്ചു കഴിഞ്ഞ് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ഭാഗത്തെല്ലാം പൂപ്പൽ പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് പിന്നെ 4 മാസം ആയപ്പോഴേക്കും ഫുള്ളായിട്ടും പൂപ്പലായി. കമ്പനിയിൽ ഇൻഫോം ചെയ്തു. അവർ വന്ന് നോക്കിയിട്ട് ഒരു മഴയൊക്കെ കഴിയുമ്പോഴേക്കും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് വീട്ടിലൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഒരു വല്ലാത്ത ബാഡ് സ്മെല്ലാണ്, ഒരു കെമിക്കൽ സ്മെല്ലാണ്. സ്കിന്നിലൊക്കെ അലർജി തുടങ്ങി, ശ്വാസം മുട്ടൽ തുടങ്ങി. പിന്നെ എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ പെയിന്റിങ്ങുകാരെ വിളിക്കുന്നു, ഈ കമ്പനിക്കാരെ വിളിക്കുന്നു, ആരും വരുന്നുമില്ല. പിന്നെ അവരുടെ അടുത്തുനിന്ന് ഒരു എന്താ പറയാ റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഒരു 6-7 മാസത്തിൽ കൂടുതലായിട്ട് എന്റെ വീട്ടിലെ ഫർണിച്ചറൊക്കെ മുറിയുടെയും ഹാളിന്റെയും ഒക്കെ നടുഭാഗത്തേക്കാക്കി കൂട്ടിയിട്ടിരിക്കുവായിരുന്നു. സത്യം പറഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒത്തിരി സങ്കടം തോന്നിയ ദിവസങ്ങളുണ്ട്. ഈ പൂപ്പൽ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിയാലും അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചീകിയിട്ട് തരാൻ പറഞ്ഞ് ഞാൻ ഒരു 5-6 മാസം അവരെ വിളിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അത് വന്നിട്ട് ഇതെല്ലാം ഒന്ന് ചിരണ്ടി ഇട്ട് തന്നു. ആ ചിരണ്ടി ഇട്ട് തന്നതിന്റെയാണ് ഇപ്പൊ ഈ ഭിത്തിയിൽ ഇതെല്ലാം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ പൂപ്പലെല്ലാം ചീകി ഇട്ടതിന് ശേഷം ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് ഈ ചീകിയ ഭാഗത്ത് തേച്ചു. അത് കഴിഞ്ഞ് പിന്നെ പെയിന്റ് ചെയ്യുന്നവരെയും ഇങ്ങോട്ട് കാണുന്നില്ല. കമ്പനിയിൽ നിന്ന് ക്ലെയിം എമൗണ്ട് കിട്ടുന്നത് ഈ പെയിന്റ് ചെയ്യുന്ന ആളുടെ കയ്യിലായിരുന്നു. അപ്പൊ ആ എമൗണ്ട് കൊണ്ട് ഈ പണികൾ മുഴുവൻ തീർക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവര് പിന്നെ ഇങ്ങോട്ട് വരുകയോ നമ്മൾ ഫോൺ ചെയ്താൽ എടുക്കുകയോ മെസ്സേജസ് അയച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ പോലും റിപ്ലൈ തരുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ വേറെ പെയിന്റ് ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിലേക്ക് ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരു വിൻഡോ ലെവലിന്റെ അത്രയെങ്കിലും സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം മുതൽ കുറെ ഡാം പ്രൂഫിങ്ങും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെയിന്റ് അടിക്കേണ്ടി വരും. 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആവുകയാണ് അവര് പറയുന്ന റേറ്റ്. നമ്മൾ ഒന്ന് പെയിന്റ് അടിച്ചിട്ട് 8-9 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയും വലിയ ഒരു എമൗണ്ട് ഒന്നും അഫോർഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെത്താനെ പെയിന്റ് അടിക്കാം എന്ന് അങ്ങ് തീരുമാനിച്ചു. ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നിലവിൽ അടിച്ചിട്ടുള്ള പെയിന്റിന്റെ കളർ തന്നെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. പലതും നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതായിരുന്നു. ഭാഗ്യത്തിന് അന്ന് അടിച്ചതിന്റെ ബാക്കിയൊക്കെ മിച്ചം വന്നത് ആ ടിന്നുകളിൽ അടച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു റൂമെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ പെയിന്റിങ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് പെയിന്റിങ്ങിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ബ്രൗൺ പെയിന്റ് അടിച്ചിരുന്ന ആ വോളിലെ സ്ക്രേപ്പ് ചെയ്ത ഭാഗത്ത് ഞാൻ കൊണ്ടുപോയി വൈറ്റ് പെയിന്റ് അടിച്ചു വെച്ചത്. ശരിക്കും പറഞ്ഞാൽ സിമെന്റ് ആയിരുന്നു അവിടെ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവിടേക്ക് ഡാം പ്രൂഫിന്റെ എന്തെങ്കിലും സാധനമോ പ്രൈമറോ എന്തെങ്കിലും അടിച്ചിട്ട് വേണം പെയിന്റ് അടിക്കേണ്ടതെന്നൊന്നും എനിക്കൊരു ധാരണ ഉണ്ടായില്ല. പിന്നെ എനിക്കൊരു സംശയം കാരണം ഞാൻ ChatGPT പോയി ചോദിച്ചു. ആ പിക്ചറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു ഇതിൽ എനിക്ക് ഡയറക്റ്റ് പെയിന്റ് അടിക്കാൻ പറ്റുമെന്ന്. അപ്പൊ പുള്ളിയാണ് പറഞ്ഞു തന്നത് അവിടെ പ്രൈമറോ അല്ലെങ്കിൽ ഡാം പ്രൂഫിന്റെ എന്തെങ്കിലും അടിച്ചതിന് ശേഷം മാത്രമേ പെയിന്റ് അടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത വോൾ എടുത്തപ്പോൾ കുറച്ച് സ്ക്രേപ്പ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്തു. കുറെ ഭാഗങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പൊളിഞ്ഞു വരുന്നതും പോരാ അതിന്റെ അടിയിലെ ആ സിമെന്റ് പോലും പൊടിഞ്ഞു താഴേക്ക് വീണുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ChatGPT പറഞ്ഞതുപോലെ പോയിട്ട് ഷുവർ സീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് വന്നു. അതടിച്ചിട്ട് അതിന്റെ മേലെ ഈ പെയിന്റ് അടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഷുവർ സീൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. കുറച്ച് പെയിന്റിന്റെ ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു ഇരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ചു നോക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഇത് സ്ക്രേപ്പ് ചെയ്ത ഭാഗത്ത് ഡസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷുവർ സീൽ അടിക്കുക. അതിന്റെ മേളിൽ എന്തെങ്കിലും വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഈ കളർ അടിക്കാം എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ആ സ്ക്രേപ്പ് ചെയ്ത് ഭിത്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഭിത്തി ഇതുവരെ പെയിന്റേ കണ്ടിട്ടില്ല എന്ന് തോന്നും. നമ്മൾ ഒരു കോട്ട് ഇവിടെ അടിച്ചു. പിന്നെ ഇവിടെയും കൂടെ ഒരു കോട്ട്, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെയും കൂടെ നമ്മളൊരു കോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇവിടെയും കൂടെ, ഇവിടെ മൊത്തം പോയി കിടക്കുമായിരുന്നല്ലോ, ഇവിടെയും കൂടെയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി 4 മുതൽ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് അടിക്കണം. ഷുവർ സീലിന്റെ ആദ്യത്തെ കോട്ട് അടിച്ച് 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോട്ടും അടിച്ചു. ഇനി ഞാൻ ആ ബ്രൗൺ കളർ അടിച്ചിട്ടുള്ള ആ ഭിത്തിയിൽ നമ്മുടെ മിച്ചം വന്നിട്ടുണ്ടായിരുന്ന പെയിന്റ് അടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരു കളർ ചേഞ്ച് ഫീൽ ചെയ്തത് കൊണ്ട്
ഞാൻ ഒരു പ്ലാസ്റ്റർ കൊണ്ട് ഒരു ലൈൻ വെച്ച് കൊടുത്തു. അറ്റ്ലീസ്റ്റ് ഹാഫ് വേയിൽ ഇങ്ങനെ ബ്രൗണും മറ്റേ കളറും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പെയിന്റിന്റെ കളറൊക്കെ മാറിയതിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരുന്നു ഞാൻ ആ പേപ്പർ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച് പെയിന്റ് അടിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ സെയിം കളറായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. അങ്ങനെ സമാധാനത്തോടെ ഞാൻ ആ ബ്രൗൺ വോൾ മൊത്തം അടിച്ചു തീർത്തു. പിന്നെ ആ നമ്മള് ഷുവർ സീൽ അടിച്ചു വെച്ചിരുന്ന ഭാഗത്ത് കുറച്ച് വൈറ്റ് പെയിന്റ് കൂടി അടിച്ചു. സത്യം പറയാലോ, അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കരമായിട്ട് ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ടാസ്ക് നമ്മുടെ ആ മിന്റ് ടിന്റിലുള്ള പെയിന്റ് ആണ്. ഹോൾ വാളിൽ നമുക്ക് മിന്റ് ടിന്റിലുള്ള പെയിന്റ് ആണ്. പക്ഷെ ഒരു ലേശം പെയിന്റേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനകത്താണെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡ് അതിന്റെ മേളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിന്റെ അടിയിലത്തെ മിന്റ് ടിന്റ് മാത്രമുള്ള പെയിന്റ് എടുത്തിട്ടാണ് നമ്മളുടെ ഈ ഒരു വാളിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഇത് 2 കോട്ട് അടിച്ചൊന്ന് ഡ്രൈ ആയി വന്നപ്പോഴേക്കും നമ്മുടെ വാളുമായിട്ട് സെയിം കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സമാധാനമായിരുന്നു. എൻ്റെ ആ മുറി ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കണ്ടപ്പോഴേക്കും സന്തോഷമാണോ സങ്കടമാണോ എന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് ഹാപ്പിനെസ് ആയിരുന്നു. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്ത് തീർത്ത് തരാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈശ്വരാ ഭഗവാനെ അവരെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഡാം പ്രൂഫിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ ആഫ്റ്റർ സർവീസും കൂടെ നന്നായിട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.